രാവിലെ പരിശുദ്ധാത്മാവിൽ നടക്കുക എന്നൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്ങനെ പറഞ്ഞേ? ആത്മാവിൽ നടക്കുക. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. അയ്യോ പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞേ. ആത്മാവിൽ നടക്കുക. ഉറക്കെ പാടത്തിരുന്ന് തട്ടിക്കുലുക്കിയിട്ട് പറ, നിന്റെ കാലുകൊണ്ട് നടക്കരുത്, ആത്മാവിൽ നടക്കണമെന്നോ. അയ്യോ പറഞ്ഞില്ല. ആമേൻ. പറ, അടുത്തിനെ തട്ടി 2 ഇടിയൊക്കെ കൊടുത്തിട്ട് പറ, നിന്റെ കാലുകൊണ്ട് നടക്കരുത്, ആത്മാവിൽ നടക്കണം. ഹല്ലേലൂയ. നിന്റെ കാലുകൾ നിന്നെ പാപത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആത്മാവ് നിന്നെ ദൈവത്തിലേക്കും ദൈവിക വിടുതലിലേക്കും നയിക്കും. ചേർന്നിട്ട് ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ആമേൻ. എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്? ഓ, സത്യമാണോ ഈ സത്യം? നിങ്ങൾ പറയുന്നതൊക്കെ വാസ്തവം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. ഇത്രയും പേരൊക്കെ ആത്മാവിൽ ചാത്തന്നോട്ട് നടക്കാൻ തുടങ്ങിയാൽ ഇവിടുത്തെ പിശാചുക്കളുടെ എല്ലാ അവസ്ഥ എന്തായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കും. ഇവിടുത്തെ ആളുകളുടെ എങ്ങോട്ട് ചെല്ലുമെന്ന് എനിക്ക് അറിയേണ്ടത്. ആമേ. ശ്രദ്ധിച്ചേ, അപ്പോസ്തലപ്രവൃത്തി ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി വളരെ പരിചയമുള്ള വാക്യം, 3-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ചോ. പിന്നെ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയത്തിങ്കൽ ദിനം പ്രതി ഇരുത്താറുണ്ട്. അവർ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ, നീ പറഞ്ഞു, നീ വല്ലതും കിട്ടുമെന്ന് കരുതി എന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടുത്തത്, ക്ഷണനേരത്തിൽ അവൻ കാലും നരിയാണിയും ഉറച്ചു. വായിച്ചോ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി എന്നെ ശ്രദ്ധിച്ചേ. സത്യത്തിൽ ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ നമ്മുടെ മോന്റെ പേരെന്താ? സ്റ്റാൻലിൻ. അവൻ എന്റെ മനസ്സിനകത്തുണ്ട്. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ്, ഈ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണോ. നമ്മളത് വിശ്വസിക്കുകയും നമ്മളത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് അത് ചെയ്യും, യാതൊരു സംശയം അതിനകത്തില്ല. ശ്രദ്ധിച്ചേ, ഇതുപോലൊരു സാഹചര്യമാണ് ഈ ഭാഗം. ആത്മാവിൽ നടക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സത്യം പറയണം. ആത്മാവിൽ നടക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇവന് കാലുകളുണ്ട്, പക്ഷെ കാല് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാലുകളുണ്ട്, നിങ്ങളുടെയും പ്രശ്നം അതാണ്. നിങ്ങൾക്ക് ആത്മാവിൽ നടക്കണം, നിങ്ങളുടെ അകത്ത് ആത്മാവുണ്ട്, മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവാത്മാവിനോട് പറഞ്ഞത്, ഇന്ന് പകൽ ചിലതിനെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിടണമെന്ന്. ദൈവം നിന്നെ വിളിച്ചത് ദൈവരാജ്യത്തിലെ ഭിക്ഷക്കാരനായിട്ടല്ല. എൻ്റെ കൂടെ ഉണ്ടോ? ദൈവരാജ്യത്തിലെ ഭിക്ഷക്കാരനായിട്ടല്ലേ ആമേൻ ദൈവം നിന്നെ വിളിച്ചത്. ദൈവരാജ്യത്തിൽ ആഘോഷിച്ച് ആരാധിക്കുന്നവനായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് ഹല്ലേലൂയ പറയണം. ശ്രദ്ധിച്ചേ. ഇനി പറഞ്ഞ ദൂതുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെല്ലാം ജനിച്ചപ്പോൾ നമ്മൾ കാലുകളോടുകൂടെ തന്നെയാ വന്നേ. കാലുകളോടുകൂടെ തന്നെ ഉറപ്പാണല്ലോ അല്ലേ? എല്ലാവരും അങ്ങനെ വന്ന്. പക്ഷെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നടന്നു വന്ന ആരെങ്കിലും ഓടി ഇരിപ്പുണ്ടോ? പിടികിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ. നടന്നിറങ്ങി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാണ്ട് എടുത്തും പിടിച്ചും ഒക്കെ നിന്നെ ഇറക്കിയത് ഇത് തന്നെയാണ്. നീ നടത്ത തുടങ്ങിയിട്ട് കുറെ നാള് കഴിഞ്ഞിട്ടാ. ആത്മാവിൽ നടക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ
നമ്മുടെ അകത്ത് ഈ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്, നമ്മളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മാത്രം മതി. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പൊടിക്കുഞ്ഞ് നമ്മുടെ എബേസിന്റെ കുഞ്ഞാണെന്ന് എൻ്റെ ചിന്ത. ഇതിനകത്ത് അതിനേക്കാൾ കൊച്ചു കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എബേസിന്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്ത് നടക്കാൻ തുടങ്ങിയത്. പണ്ട് അവനെ ചർച്ചിന്റെ ഹോളിൽ കൊണ്ടിട്ടിരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അവന് ദൈവം കൊടുത്ത നല്ല കാലുണ്ടായിരുന്നു. പക്ഷെ ആ കാല് അവൻ നടക്കാനല്ല ഉപയോഗിച്ചേ, അവൻ അന്തരീക്ഷത്തിലാണ് നടന്നു തുടങ്ങിയത്. അയ്യോ, പിടികിട്ടിയില്ലേ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ചെരുപ്പും ഷൂ ഒക്കെ ഇട്ട് ആദ്യമേ നടന്ന ആൾക്കാരാണ് എൻ്റെ ചിന്ത. അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ഇതൊരു ചിന്ത നിങ്ങളുടെ അകത്തേക്ക് വരാനുള്ളൊരു ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ കരുത്തരായ, വഴുവഴുപ്പിൽ നിൽക്കാത്ത ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ച് എത്രയോ കിലോമീറ്ററുകൾ അന്തരീക്ഷത്തിൽ നടന്നിട്ടാണ് ഒരു കുഞ്ഞ് ആദ്യത്തെ സ്റ്റെപ്പ് ഭൂമി നടന്നെന്നറിയോ? മനസ്സിലാവുന്നു? അവൻ ആ കാലെന്തിനാന്ന് അവൻ അറിയത്തില്ല. ആ കാലെന്തിനാന്ന് അവന് അറിയത്തില്ല. ആ കാലെടുത്ത് വെച്ച് കടിക്കാറുണ്ട് ചിലപ്പോൾ. ആ കാലെടുത്ത് വെച്ച് എത്ര കിലോമീറ്റർ അവൻ അന്തരീക്ഷത്തിൽ നടന്നു കാണും. ഇതുപോലെ നിന്റെ അകത്ത് നീ നടക്കാൻ തുടങ്ങിയപ്പോഴല്ല ദൈവം കാല് തന്നത്. നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നിന്നെ കാല് വെച്ച ദൈവം വിട്ടെ. എന്റെ കൂടെ ഉണ്ടോ? ഇത് തന്നെയാണ് അഭിഷേകവും നിന്റെ അകത്ത് ചെയ്യുന്നത്. ഓഹോ, മിണ്ടുന്നില്ലല്ലോ. അഭിഷേകത്തിൽ നടക്കാൻ ആഗ്രഹമുണ്ടോ? ഉള്ളവരുടെ കൈയൊന്ന് കാണട്ടെ. ഇത്രയേ ഉള്ളൂ. നടക്കേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും നിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. നിന്റെ അകത്ത് അതിനെ ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ കുഞ്ഞ് എക്സസൈസ് ചെയ്ത് അവന്റെ കാലിന്റെ ഞരമ്പുകളെയും പേശിയെയും ഉറപ്പിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ അവൻ പ്രാപ്തനായതുപോലെ ഈ ആരാധനകളും ഈ പ്രാർത്ഥനകളും എന്താ ചെയ്യുന്നറിയാമോ? ആത്മാവിൽ നിന്റെ നടക്കുവാൻ നിന്റെ അകത്തെ മനുഷ്യന്റെ കാലുകൾക്ക് എക്സസൈസ് കൊടുത്ത്, പിടികിട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയണം. മിണ്ടുന്നില്ലല്ലോ. കൈകുഞ്ഞിനെ ആരെങ്കിലും നിർത്താറുണ്ടോ? പെടലിയൊക്കെ താങ്ങിയ പിടിച്ചേക്കുന്നത്, അതിന് ഉറച്ചിട്ടില്ല. എന്തുവാ? പക്ഷെ കുറെ കഴിയുമ്പോൾ ഉറയ്ക്കും. കുറെ കഴിയുമ്പോ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ 1-ാം വർഷത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് ചിലതിനെ ഉറപ്പിക്കണം. ഇതൊരു അഭിഷേകമാണല്ലോ. ആരാ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നേ? അവിടെയും ഇവിടെയും ഓടി നടക്കാത്ത ഒന്നിനെ എനിക്ക് ഉറപ്പിച്ചെടുക്കണം. ആത്മാവിന്റെ മസിൽ എനിക്ക് വെച്ചു കൊടുക്കണം. ഞാൻ ഇത് പറയുമ്പോൾ ദൈവദാസനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഇന്ന് പകലും അങ്ങനെ ഒരു അഭിഷേകം ചിലതിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിർഭാഗ്യവശാൽ ഒരു കൊച്ചു കുഞ്ഞ് കാലിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ അറിയാതെ അവൻ അന്തരീക്ഷത്തിലിട്ട് കളിക്കുന്നത് പോലെ ഇന്നത്തെ സഭകൾ, ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടായ്മകൾ, അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കേണ്ടതിന് ഉപയോഗിക്കാതെ, പിടികിട്ടിയില്ല, വെറും കയ്യടിക്കും ബാഹ്യ പ്രകടനങ്ങൾക്കും, ആമേൻ, എന്റെ കൂടെ ഉണ്ടോ? വെറും കയ്യടിക്കും ബാഹ്യ പ്രകടനങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിച്ച് ആത്മാവ് നിന്റെ അകത്തേക്ക് ഇറങ്ങാതെ നിന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ചാടാനും വീഴാനും ബഹളം വെക്കാനുമല്ല. ഈ നാശലോകത്തിൽ കർത്താവിനെ പോലെ നടക്കാനാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഇന്ന് പകൽ നിന്റെ പട്ടണത്തിൽ കർത്താവിനെ പോലെ നടക്കാൻ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ. ആദ്യമെന്നാ നിങ്ങൾ യേശു എന്ന് വിളിച്ച് എത്ര വർഷം പുറകില്ല? ആമേൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിളിക്കുന്നതിന്റെ ഒരു 2 സെക്കൻഡ് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനല്ലാതെ ഒരുവന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല.
ആരാ ഇന്ന് രാവിലെ ഇവിടെ ഉള്ളേ? അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആത്മാവിൽ നടക്കാം. പറഞ്ഞേ, റൈസം പാസ്റ്റർക്ക് മാത്രമല്ല, വെന്നി പാസ്റ്റർക്ക് മാത്രമല്ല, ആൻസം പാസ്റ്റർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ, ഇവിടെ ഇരിക്കുന്ന ആർക്കും അടുത്തിരുന്നാൾ തട്ടി കുലുക്കിട്ട് പറ, ആത്മാവിൽ നടക്കാൻ പറ്റുമെന്ന് പറ. പറ 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 പറ, ആത്മാവിൽ നടക്കാൻ പറ്റും. നിനക്ക് ആത്മാവിൽ ചലിക്കാൻ പറ്റും. നിനക്ക് ആത്മാവിൽ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, അടുത്ത ആഴ്ചയിൽ ചാത്തന്നൂർ പഞ്ചായത്തിൽ ആത്മാവ് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിൽ, പുയപ്പള്ളിയിൽ, കൊല്ലത്ത്, കൊല്ലം കടപ്പുറത്ത് എല്ലാം ആത്മാവ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഉറക്കെ വിളിക്കാൻ പറ്റുമോ ആ പേര്? ദൈവം പറയുന്നു അത്. അങ്ങനെ നടക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേക്കാൻ പോവാ. അങ്ങനെ നടക്കുന്ന ഒരു തലമുറ ചാത്തന്നൂരിൽ ഇറങ്ങാൻ പോകുന്നു. ആമേൻ. കേരളത്തിൽ അങ്ങനെ ചലിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഒറ്റ കാര്യം, അതിനെക്കുറിച്ചൊരു അറിവും ഒരു വെളിപ്പാടും നിനക്ക് വേണം. അറിവും ഒരു വെളിപ്പാടും. എനിക്ക് ഓർമ്മയുണ്ട്, അബിയയും ശാലമും ഒക്കെ ആദ്യം നടന്നത്. ഇവിടെ വന്നിട്ടാ, നീ ഇവിടെ വന്നിട്ട് അവനെ ആ ഫ്രണ്ടിലെ കസലോട് ഇവിടെ വന്നിട്ട്, നീ എവിടെ പോന്നേ? സ്വത്രം. ആമേൻ. ആദ്യമായിട്ട് നടന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത് നടന്നതിന്റെ അന്ന് ഞാൻ കണ്ടില്ല, എന്റെ അപ്പച്ചനെ കണ്ടു. ഓടി വന്ന് പറഞ്ഞു, എടി അവൻ നടക്കുന്നു. പിടികിട്ടിയില്ല. ആമേൻ. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ഏതൊരു സ്ഥലത്തായിരുന്നു. വിനിതയുടെ വാട്സാപ്പ് മെസ്സേജ് വന്നു, അച്ചച്ചാ മോള് നടക്കുന്നു. ഇന്ന് പകൽ ഈ ആഴ്ചയിൽ ദൂതന്മാർ ഗബ്രിയേലും മീകായേലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാ, ചാത്തന്നൂരിൽ, കൊല്ലത്ത് എന്റെ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങി. നിന്നെ കുറിച്ച് ഇന്ന് രാവിലെ ദൂതന്മാർ സംസാരിക്കണം. നിന്നെ കുറിച്ച് ഇന്ന് രാവിലെ ദൈവം സംസാരിക്കണം. ഇത്രയും നാള് അവൻ ആമേൻ പായിൽ കിടന്ന അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നറിയാതെ ചെയ്തുകൊണ്ടിരുന്നയാ അവൻ. അവൻ ഒരു ദിവസം കൊണ്ട് നിനക്ക് ഓടാൻ പറ്റത്തില്ല, ഒരു ദിവസം കൊണ്ട് നിനക്ക് ചാടാൻ പറ്റത്തില്ല. എന്നാൽ ഓർക്കുക, ശ്രദ്ധിച്ച്, ശാലമ ഓടിവാടാ പറയട്ടെ. ഹല്ലേലൂയ. ഇവൻ നടന്നു തുടങ്ങിയപ്പോൾ ഇവൻ വീണു. 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അവൻ വീണു. വീണവനെ ഞാൻ ചൂരലെടുത്ത് അടിച്ചില്ല. ആമേൻ. ആത്മാവിൽ നടക്കാൻ കൊതിയുള്ളവർ ശ്രദ്ധിക്കുക. വീണവനെ ഞാൻ ചൂരലെടുത്ത് അടിച്ചില്ല. എന്താണ് നടക്കാത്തെന്ന് ചോദിച്ചില്ല. അവനെ പിന്നെയും എഴുന്നേൽപ്പിച്ചു. അപ്പം പറഞ്ഞു നടക്ക്. 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ പിന്നെയും വീണു. അവനെ അടിച്ചില്ല. ഇതുപോലെ ദൈവം പറയുന്നു, നീ നടക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് നിന്നെ നടത്താൻ കൊതി. ഇത് അഭിഷേകമാ, ഇത് ദൈവശക്തിയാ. ഇവിടുണ്ടോ? ഇന്നും വീഴും. മുട്ട് പൊട്ടിച്ചും ചോര പൊട്ടിച്ചും ഇന്നും വരും. 7 വയസ്സായി, ഇന്നും അടിച്ചിട്ടില്ല. ആമേൻ. എങ്കിൽ നിന്റെ കാലങ്ങ് മുറിച്ച് കളയാമെന്ന് തീരുമാനിച്ചിട്ടില്ല. അന്നും പഞ്ഞി വെച്ച് തുടയ്ക്കും, അന്നും ഡെറ്റോൾ വെച്ച് കൊടുക്കും. ഇങ്ങനാണ് നടക്കുന്നവനെ വീഴത്തുള്ളൂ, കിടക്കുന്നവൻ വീഴത്തില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറ. ആമേൻ. വെള്ളത്തിൽ കൂടെ നടക്കുന്നവനെ വെള്ളത്തിൽ മുങ്ങത്തുള്ളൂ. മുങ്ങിയതല്ല വിഷയം, വീണതല്ല വിഷയം, നടക്കുന്നതാണ് വിഷയം. ശുശ്രൂഷയിൽ നമുക്ക് ജയപരാജയങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, തകർച്ചകളുണ്ട്. ആമേൻ. പിശാച് നോക്കുന്നത്, പിശാചിനോട് പത്രോസ് വെള്ളത്തിൽ മീതെ നടന്നതിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പിശാച് എന്തായിരിക്കും പ്രസംഗിക്കുന്നത്? അവ മുങ്ങി, അവ ഉപ്പുവെള്ളം കുടിച്ചു. പരിശുദ്ധാത്മാവിനോട് പറ, എന്ത് പ്രസംഗിക്കും? ചരിത്രത്തിൽ ഒരുത്തരം നടക്കാത്തടത്ത് അവൻ 2 സ്റ്റെപ്പ് വെച്ചു. ചേർന്നൊരു ഹല്ലേലൂയ പറ.
ഉലകത്തിൽ ഒരുത്തരും നടന്നിട്ടില്ലാത്ത ആ വെള്ളത്തിൽ അവൻ 2 സ്റ്റെപ്പ് വെച്ചു. ദൈവത്തിന്റെ വിഷയം നിന്റെ മുങ്ങലല്ല, ദൈവത്തിന്റെ വിഷയം നിന്റെ 2 സ്റ്റെപ്പ് മോനെ. മനുഷ്യന്റെ വിഷയം നീ വീണതാ, ദൈവത്തിന്റെ വിഷയം നീ നടന്നതാ. പറ ആത്മാവിൽ നടക്കണമെന്ന് പറഞ്ഞ അടുത്തിട്ട് തട്ടിട്ട്. ഓ, എനിക്കറിയത്തില്ല, ഇന്ന് രാവിലെ ഒരു വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇറങ്ങുന്നു. മേഘമിറങ്ങി നിൽക്കുന്നത് പോലെ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു ലൈഫ് സ്റ്റൈലിന്റെ ഉടമയായി, ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു ജീവിത ശൈലിയുടെ ഉടമയായി ഹല്ലേലൂയ ദൈവം ഒരു തലമുറയെ തീർക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദേവാലയത്തിൽ വരുന്ന എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾ പള്ളി വന്നേ. പ്രശ്നമില്ലാതെ ആരും പള്ളി വരത്തില്ല. പ്രശ്നമുള്ളത് കൊണ്ടാ നീ യേശുവിനെ അടുക്ക് വന്നേ. യേശു വരുന്നതും പ്രശ്നമുള്ളവരെ തേടിയാ. എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലേ? എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഈ ദേവാലയ ഗോപുരത്തിൽ ഇരിക്കുന്നവനും പ്രശ്നമുണ്ട്. അവന് നടക്കാൻ വയ്യ, അവന്റെ ആ പ്രശ്നമാണ്. പക്ഷെ അവനെ കൊണ്ടുവന്നവരുടെ ഒരു പ്രശ്നമുണ്ട്, അവരവനെ അകത്ത് കയറ്റിയിട്ടില്ല. ആത്മാവിൽ നടക്കാൻ ദൈവാത്മാവ് വിളിക്കും. വഴിയിലിട്ടിട്ട് പോവും. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കുക, ചർച്ചിൽ നിന്നെ ദൈവം കൊണ്ടുവരുന്നത് പ്രശ്നം പരിഹരിച്ച് വിടാൻ വേണ്ടി മാത്രമല്ല. ആമേൻ. ഇവിടെ വന്ന് ഭയങ്കര അത്ഭുതങ്ങൾ പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. ഒരുപാട് അത്ഭുതം പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതം പ്രാപിച്ചാണ്. പക്ഷെ ഇതുവരെ നമ്മൾ അതൊന്നും വീഡിയോയിൽ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് അത്ഭുതത്തെക്കാൾ വലുത് യേശുവാണ്. അത്ഭുതം വരും, അത്ഭുതം പോകും. യേശുവോടെ കാണും. ചേർന്ന് ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. നാളെ ചിലപ്പോൾ നമുക്ക് സാക്ഷ്യം പറയേണ്ട അവസരം വന്നാൽ പറയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പറയും. പക്ഷെ ഇതുവരെ നമ്മളതിനെ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ച്, വരും പോകും. ഒരാൾ ചർച്ചിൽ വന്നാൽ അവന് ഒത്തിരി പ്രശ്നങ്ങൾ കാണും. ശാരീരിക രോഗങ്ങൾ കാണും, മാനസിക സംഘർഷങ്ങൾ കാണും, കുടുംബ പ്രശ്നങ്ങൾ കാണും. ഇത് മാത്രം പരിഹരിച്ചു വിടുക അല്ല ചെയ്യുന്നത്, നിന്റെ അകത്തൊരാത്മാവിനെ ഇട്ടുവിടും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഹല്ലേലൂയ പറയണം. ഒത്തിരി പേർ ഈ വെളിപ്പാടറിയാതെ, അഭിഷേകത്തിന്റെ വെളിപ്പാടറിയാതെ സൗഖ്യമായെന്നും പറഞ്ഞ് തിരിച്ചു പോകും. അടുത്ത സീസണിൽ അവർക്ക് പിന്നെയും പനി വരും, അടുത്ത സീസണിൽ അവർക്ക് പിന്നെയും തകർച്ച വരും. പക്ഷെ അകത്ത് ചിലർക്കൊരു വെളിപ്പാട് കിട്ടും. വിടുതലിനേക്കാൾ വലിയ ഒരുത്തൻ, വിടുവിക്കുന്ന ഒരുത്തൻ എന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? സൗഖ്യത്തെക്കാൾ വലിയ ഒരുത്തൻ എന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആ വെളിപ്പാടിൽ നീ തിരിച്ചു ചെല്ലാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം അത്ഭുതകരമാവണ്ണം തിരിയും. ചേർന്നൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒന്ന് വളരണം? സത്യമാണോ? എനിക്ക് ഭയങ്കര നിർബന്ധം. ഞാൻ സ്നാനപ്പെടുത്തിയ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നേ പറ്റത്തുള്ളൂ, വളർന്നേ പറ്റത്തുള്ളൂ. അതെന്റെ കർക്കശമായ ആഗ്രഹമാണ്. നാളെ എവിടെങ്കിലും പോയി ചോദിച്ചിട്ട് ആരാ സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഞാൻ സ്നാനപ്പെടുത്തിയ ഒരുത്തനെ വേറൊരു നിലയിൽ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വളർന്നേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയാം 2-3 കാര്യങ്ങൾ. നിങ്ങൾക്ക് വളരണമെന്നൊരു കൊതിയുണ്ടെങ്കിൽ യു നീഡ് സ്പിരിച്വൽ എക്സസൈസ്. പറഞ്ഞേ, ആത്മീക വ്യായാമം വേണം. പറഞ്ഞേ, ഉറക്കെ പറ, അടുത്തിരുന്ന തട്ടിട്ട് പറ, ആത്മീക വ്യായാമം വേണം.
ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശാരീരിക അവയവത്തെ സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ, വ്യായാമം കൊടുത്ത് സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ അത് സ്റ്റിഫായി പോകും. എന്റെ കൂടെ ഉണ്ടോ? എയ്തർ ആമേൻ നിന്റെ സ്പിരിച്വൽ ലൈഫ് സ്റ്റിഫ് ആകും, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യപ്പെടും. ആമേൻ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയണം. അല്ലെങ്കിൽ കുറെ നാൾ നിനക്ക് വ്യായാമമില്ലെങ്കിൽ നീ ഇവിടുത്തെ മറ്റേതോ സഭയിലെ ഒരു സാധാരണ വിശ്വാസിയെ പോലെ ഹല്ലേലൂയ ഇങ്ങനെ ആമേൻ സ്റ്റിഫായിട്ട് നടക്കും. പക്ഷെ നീ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ നിന്റെ അഭിഷേകം സ്ട്രെച്ച് ചെയ്യപ്പെടും. ഹല്ലേലൂയ. ആമേൻ. എന്നെ എന്റെ സഹോദരന്മാർക്ക് അറിയാം. ചിലപ്പോഴൊക്കെ ബെന്നി വിളിക്കും, എന്ത് വെച്ച വിഷം, ഒരു കാര്യമില്ല. എന്നാലും ശകലം മുഖം മാറിയാൽ come on church, നമുക്ക് തമ്മിൽ ബന്ധം ഉണ്ടാകട്ടെ. നമുക്ക് തമ്മിൽ ബന്ധം ഉണ്ടാകട്ടെ. വർഷമൊന്നായില്ലേ? എത്ര പേർക്ക് ബന്ധത്തിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നേ? അമ്മേ, എവിടെ ഉണ്ടോ? ചർച്ചിൽ വരണം, പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് വരാൻ പേടിയാണെങ്കിൽ 2-3 പേരുമായിട്ട് വരണം, പ്രാർത്ഥിക്കണം. ചർച്ച് തുറന്നു കിടക്കുക, ഇരുന്ന് കരയണം. ഒരു കാര്യം ഉറപ്പാ, 1000 വട്ടം പിന്നെ പഞ്ചായത്ത് മെമ്പറെ കറണ്ട് വരത്തില്ല. 10,000 വട്ടം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരത്തില്ല. കോടതി കയറി ഇറങ്ങേണ്ടി വരത്തില്ല. കാര്യം ബൈബിൾ പറയുന്നു, മുമ്പേ എന്റെ രാജ്യവും, ബാക്കി പറ, എന്റെ നീതിയും അന്വേഷിക്കുക. ബാക്കി നീ അന്വേഷിക്കാത്തതെല്ലാം നിന്റെ പുറകെ വരും. ബാക്കി നീ അന്വേഷിക്കാത്തതെല്ലാം നിന്റെ പുറകെ വരും. ഉറക്കെ യേശുവേ എന്ന് വിളിക്കാമോ? ശ്രദ്ധിച്ചേ, 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവുമായി ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അതിനെ വളർത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഇമ്പോർട്ടന്റ് തിങ്. പരിശുദ്ധാത്മാവ് ഒരു വസ്തുവല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. പറ ഉറക്കെ പറ. ഒരു വസ്തുവല്ല, ഒരു അനുഭവമല്ല, പിതാവിനോടും പുത്രനോടും തുല്യ പ്രാധാന്യതയുള്ള, പിതാവിനോടും പുത്രനോടും തുല്യ പ്രാധാന്യതയുള്ള തൃത്വത്തിലെ 3ാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഇതേതോ ആമേൻ മൂറോൺ തൈലമല്ല, ഇതേതോ കുപ്പിയിൽ കിടക്കുന്ന തൈലമല്ല. ആമേൻ, ഒരു വസ്തുവാണെന്നുള്ള വെളിപ്പാടാണ് നിന്നെ വ്യക്തിബന്ധത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ചർച്ചിലെ ഒരു വസ്തുവാണ് ഈ പോഡിയം. കേൾക്കാൻ മനസ്സുണ്ടോ? 10 മിനിറ്റ് നിർത്തി നേരത്തെ പോണ കാര്യം, എനിക്ക് നേരത്തെ എയർപോർട്ടിലെത്തണം. ശ്രദ്ധിച്ചേ. അപ്പം ഈ ടേബിള് ഇതിനകത്തൊരു വസ്തുവാണ്. ആ വസ്തുവിനോട് എനിക്ക് ഒരളവിൽ കൂടുതലുള്ള വൈകാരിക ബന്ധമില്ല. കാര്യം ഇത് ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, ഞാൻ പറയുന്നതിനോട് തിരിച്ചു പ്രതികരിക്കത്തില്ല. വേണ്ടുന്നില്ല. വ്യക്തിബന്ധം സ്ഥാപിക്കണോ? പരിശുദ്ധാത്മാവ് കാറ്റല്ല, തീയല്ല, പുകയല്ല. മിണ്ടുന്നില്ല. നമ്മൾ ചർച്ച വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കർത്താവ് എന്നൊരു തീ കത്തണം. എന്തുവാ? നിങ്ങൾ മിണ്ടുന്നില്ല, ഉറക്കെ പറ. ഒരു ഭയങ്കര കാറ്റടിക്കണം. നമ്മൾ ഈ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുമ്പോൾ ആ പേഴ്സണാലിറ്റിയെ മിസ് ചെയ്യുന്നു. ആവർത്തിക്കാം. നിങ്ങൾ ആ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുമ്പോൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്ന ആത്മാവൊന്ന്, വരങ്ങൾ പലത്. ശ്രദ്ധിച്ചു കേൾക്കുക. കൃപ, 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 പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ.
അന്യഭാഷ ഒരു വരവും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും. പ്രവചനം ഒരു വരവും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും. എൻ്റെ ചോദ്യം ഇന്ന് രാവിലെ, നിനക്ക് വരം വേണോ വ്യക്തിയെ വേണോ? ഉറക്കപ്പറ, ഉറക്കപ്പറ. ഇതൊക്കെ മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കയ്യൊന്ന് ഉറക്കെ കാണിച്ചേ. എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ആമേ. എന്നെ ഗിഫ്റ്റ് തരാറുണ്ട്, ഷർട്ട് വാങ്ങിച്ചു തരാറുണ്ട്. ഈ മാസം എൻ്റെ ബർത്ത്ഡേയാ. ഹല്ലേലൂയ. എത്ര വയസ്സായെന്ന് മാത്രം ചോദിക്കരുത്. ഹല്ലേലൂയ. ഗിഫ്റ്റ് തരാറുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ആ ഗിഫ്റ്റിനോടൊന്നും ഒരു വൈകാരിക അടുപ്പം തന്ന വ്യക്തിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടില്ല. ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അവൾ വാങ്ങിച്ച ഉടുപ്പിനേക്കാൾ എൻ്റെ ബന്ധം അവളോടാണ്. ആ ബന്ധമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ ബന്ധമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വളർച്ച ഉണ്ടാകത്തില്ല, നിങ്ങൾ എങ്ങും ഒരു ഗുണം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവൾക്കും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്കറിയാം, ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റുകളെക്കാൾ ഉപരി അവളുടെ പ്രത്യേകത, അവൾക്ക് ജ്ഞാനമായിട്ടാണ് ബന്ധം. ഇന്ന് രാവിലെ ദൈവം സഭയോട് പറയുന്നു, നിങ്ങൾ വരങ്ങളെ സ്നേഹിക്കരുത്, എന്നെ സ്നേഹിക്കണം. ഞാൻ തന്ന പൈസ സ്നേഹിക്കരുത്, എന്നെ സ്നേഹിക്കണം. ഞാൻ തന്ന വിദ്യാഭ്യാസത്തെ സ്നേഹിക്കരുത്, എന്നെ സ്നേഹിക്കണം. ഞാൻ തന്ന ജോലിയെ സ്നേഹിക്കരുത്, എന്നെ സ്നേഹിക്കണം. ഉറക്കപ്പറ. ഞാൻ തന്ന ശുശ്രൂഷയെ സ്നേഹിക്കരുത്, എന്നെ സ്നേഹിക്കണം. അമ്മ, എത്ര പേർ പറയും നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം? ഹല്ലേലൂയ. എത്ര പേർ പറയും എനിക്ക് നിന്നെ വേണം? 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ എനിക്ക് നീയാ വലുത്. അങ്ങനെ ആരെങ്കിലും ഉടിരിപ്പുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉടിരിപ്പുണ്ടോ? എനിക്ക് കിട്ടിയ ജോലിയേക്കാൾ, എനിക്ക് കിട്ടിയ കാറിനേക്കാൾ, എനിക്ക് കിട്ടിയ വീടിനേക്കാൾ, എന്റെ ശുശ്രൂഷയേക്കാൾ നീയാ വലുത്.